ഇന്ത്യ ഇന്നൊരു പുതിയൊരു നേട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പുതിയ ലക്ഷ്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ഇന്ത്യയുടെ സ്വന്തമായിട്ടുള്ള അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സ്പേസ് സ്റ്റേഷൻ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ അമേരിക്കയ്ക്ക് മുൻപേ സ്വന്തമായിട്ടൊരു സ്പേസ് സ്റ്റേഷൻ ഇന്ത്യ നിർമ്മിക്കുവാൻ പോവുകയാണ്. നമുക്കറിയാം, സ്വന്തമായിട്ട് ഒരു രാജ്യമെന്ന നിലയിൽ സ്പേസ് സ്റ്റേഷൻ ഉള്ളത് ചൈനയ്ക്ക് മാത്രമാണ്. നാസയുടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തെക്കുറിച്ച് നമുക്കറിയാം. എന്നാൽ ഇതൊരു കൂട്ടായ്മയാണ്. അമേരിക്ക, റഷ്യ, ജപ്പാൻ, കാനഡ, മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ എല്ലാം കൂടി ചേർന്ന ഒരു കൂട്ടായ്മ. അങ്ങനെ ഒരുപാട് രാജ്യങ്ങളുടെ ഏജൻസികളുടെ പ്രവർത്തനത്തിന്റെ കൂട്ടായ്മയാണ് നാസയുടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സ്പേസ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത്. അമേരിക്കയ്ക്കും സോവിയറ്റ് യൂണിയനും, അതായത് ഇന്നത്തെ റഷ്യയ്ക്കും സ്വന്തമായിട്ട് ബഹിരാകാശ നിലയം സ്പേസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അവരൊരു കൂട്ടായ്മയുടെ കീഴിലാണ്. റഷ്യ നിലവിൽ നാസയുടെ പങ്കാളിത്തത്തിൽ നിന്ന് മാറി സ്വന്തമായി ഓർബിറ്റൽ സർവീസ് സ്റ്റേഷൻ നിർമ്മിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ്. എന്നാൽ ഇന്ത്യ അതിനു മുമ്പ് തന്നെ ലക്ഷ്യം കൈവരിക്കും. ഉദ്ദേശം എന്ന് പറയുന്നത് മൈക്രോഗ്രാവിറ്റി പരീക്ഷണങ്ങൾ, ബഹിരാകാശ വൈദ്യശാസ്ത്ര ഗവേഷണം, ദീർഘകാല മനുഷ്യ ബഹിരാകാശ യാത്രാ പിന്തുണ എന്നിവ ഉറപ്പാക്കുക, നടത്തുക. ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷന്റെ ഭ്രമണപഥം എന്ന് പറയുന്നത് 400-450 കിലോമീറ്റർ ഉയരത്തിലുള്ള ഭൂമിയുടെ താഴ്ന്ന ഭ്രമണപഥം. അതെ, ഭൂമിയെ സ്ഥിരം നിരീക്ഷിക്കാൻ, ഭൂമിക്കും അപ്പുറമുള്ള ഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കുവാൻ ഇന്ത്യ സ്വന്തമായി നിർമ്മിക്കുന്ന ഭാരതീയ സ്പേസ് സ്റ്റേഷൻ, ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രമായ ISRO നിർമ്മിക്കാൻ പോകുന്ന ഈ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ ഇതിന്റെ ആദ്യഘട്ടം എന്നുള്ള നിലയിൽ 2028 വിക്ഷേപിക്കും. 2035 പൂർണ്ണ സജ്ജമാക്കും. 2040 ചന്ദ്രനിലേക്ക് ഒരു ഇന്ത്യൻ ക്രൂ ദൗത്യത്തിന്റെ തുടർ ലക്ഷ്യം പദ്ധതിയിടും. അറിയാത്തവർ അറിയുക, ഇന്ത്യക്ക് സ്വന്തമായിട്ട് ബഹിരാകാശത്ത് ഒരു സ്പേസ് സ്റ്റേഷൻ ഉണ്ടാകാൻ പോകുന്നു. അതിന്റെ പേര് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ. ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ.